സാർ നമസ്കാരം. നമസ്കാരം. നാട് ഭരിക്കുന്ന ഭരണാധികാരിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസുകാർ നാട്ടിലുണ്ടാക്കുന്ന വിഷയങ്ങൾ ചില്ലറയല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയാൻ കഴിയുക, കഴിഞ്ഞ 2 വട്ടം കേരളം ഭരിച്ച 10 വർഷക്കാലം കേരളം ഭരിച്ച ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുണ്ടായിരുന്ന ചില പോലീസുകാരുടെ കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരങ്ങളായ ചില പ്രവൃത്തികൾ ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സംസ്കാരത്തെ തന്നെ പല്ലിളിച്ച് കാണിക്കുന്ന തരത്തിലുള്ള കേരളത്തിൻ്റെ ക്രമസമാധാന പാലനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് അത് നീങ്ങുന്നു. പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാറിൻ്റെ വഴിവിട്ട ചില നീക്കങ്ങളെക്കുറിച്ചാണ്. 2 വർഷം മുമ്പ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും അടങ്ങുന്ന ക്യാബിനറ്റ് ബസ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ആ ബസ്സിന് മുൻപിൽ മുഖ്യമന്ത്രിയുടെ ദൂർത്തിനും അഴിമതിക്കും എതിരെ പ്രതിഷേധ പ്രകടനമായി, കരിങ്കൊടി പ്രകടനവുമായി എത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെയും KSU പ്രവർത്തകരുടെയും ഒക്കെ നേർക്ക് മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ സുരക്ഷാ സൈനികരുമെല്ലാം ആക്രോശിച്ച് അടുത്ത് ചെല്ലുകയും മുളവടിയും ചെടിച്ചട്ടിയും ഉപയോഗിച്ച് ഇവരുടെ തല തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ ലോകം മുഴുവൻ ദൃശ്യമാധ്യമങ്ങളുടെ തത്സമയം കണ്ടറിഞ്ഞതാണ്. അപ്പോഴെല്ലാം മുഖ്യമന്ത്രി അതിന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അവരെ ജീവൻ രക്ഷാ പ്രവർത്തനമാണ് പോലീസുകാരും സുരക്ഷാ ഭടന്മാരും DYFIക്കാരും ഒക്കെ ചെയ്തത് നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആ വണ്ടിയുടെ മുൻപിലുണ്ടായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ നാടിനോട് കള്ളം പറഞ്ഞത്. അതിന് മുഖ്യമന്ത്രിക്ക് അരുനിന്നതാവട്ടെ, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മുഖ്യമന്ത്രി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന നട്ടലില്ലാത്ത നിലപാടുകളില്ലാത്ത ഒരു പറ്റം പോലീസ് ഉദ്യോഗസ്ഥന്മാരും. ഇവിടെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര കടന്നു പോകുമ്പോൾ ഇപ്പോഴത്തെ ആലപ്പുഴ MLA ആയ തോമസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്ന് പോലീസ് തല്ലിച്ചതച്ചു. ലോക്കൽ പോലീസ് അവരെ വളഞ്ഞു വെച്ചു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ അതിമൃഗീയമായി അവരെ ക്രൂരമായി മർദ്ദിച്ചു. ഈ കേസിൽ കൃത്യമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ കോടതിയെ സമീപിക്കുന്നു. ദൃശ്യങ്ങളടക്കം തെളിവുകളടക്കം കോടതിയെ കാണിക്കുന്നു. കോടതി അത് ബോധ്യപ്പെട്ടിട്ട് ഈ കേസിൽ കൃത്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേർക്ക് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുന്നു. കോടതിയുടെ ആ റിപ്പോർട്ട് തിരുത്തിക്കുവാൻ വേണ്ടി ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP തൻ്റെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ആ റെക്കോർഡുകൾ തിരുത്തിക്കുന്നു, FIR തിരുത്തിക്കുന്നു. ഈ തിരുത്തിച്ച FIRൻ്റെ ശരിയായ കോപ്പി ഈ ഉദ്യോഗസ്ഥർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ADGP പറയുന്നു, ഞാൻ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും നടത്തിയിട്ടില്ല. എന്നാൽ ഈ തെറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് കീഴുദ്യോഗസ്ഥന്മാരാണ് എന്ന് ADGP സമ്മതിക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയുടെ കീഴിലുള്ള ചില ഉദ്യോഗസ്ഥർ കേസ് ഡയറി തിരുത്തുക അല്ലെങ്കിൽ FIR തിരുത്തുക എന്ന് പറയുമ്പോൾ അവിടെ കുറ്റസമ്മതം തന്നെയാണ് ADGP നടത്തിയിരിക്കുന്നത്. ആ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇന്നിപ്പോൾ കോടതി അതിനിശിതമായി ADGPയെയും മുൻ മുഖ്യമന്ത്രിയെയും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും എല്ലാം കീറി വലിച്ച് ചവറ്റുകുട്ടയിൽ എറിയുന്ന തരത്തിൽ നിരീക്ഷണം നടത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് ആലപ്പുഴ സെഷൻസ് കോടതി ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ വഴിവിട്ട പല അഴിമതി കേസുകളും രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന ലാവലിൻ കേസ് അടക്കം സുപ്രീം കോടതിയിൽ വരെ കക്ഷി ചേരുകയും ചെയ്ത മുതിർന്ന മാധ്യമപ്രവർത്തകനായ നന്ദകുമാർ സാറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് ഒരു ഗവൺമെൻറ് എന്താണോ അതിൻ്റെ യഥാർത്ഥ തനി സ്വരൂപമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരനായ അഴിമതിക്കാരനായ ഒരാളാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കൂട്ട് നിൽക്കാൻ പറ്റുന്ന ചില പോലീസ് ഓഫീസർമാരെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. അവർക്ക് പിണറായി വിജയൻ്റെ കള്ളക്കേസുകളെല്ലാം പിണറായി വിജയനെതിരെയുള്ള തെളിവുകളടക്കമുള്ള കേസുകളടക്കം അട്ടിമറിക്കാൻ വേണ്ടി ഉള്ള ഉത്തരവാദിത്വം കൊടുക്കുകയും അവർക്ക് തോന്നിയ പ്രകാരം അഴിഞ്ഞാടാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതേപോലെ P ശശി എന്ന് പറയുന്ന കുപ്രസിദ്ധ ഗുണ്ട എന്ന് വേണമെങ്കിൽ പറയാം. ആ കുപ്രസിദ്ധനായ തട്ടിപ്പ് തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി വെച്ചത്. അപ്പോൾ ഇവർ 2 പേരും കൂടിയുള്ള കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ പറ്റുന്ന ചില പോലീസ് ഓഫീസർമാരുണ്ടായി.
അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് കുപ്രസിദ്ധനായ ADGP അജിത് കുമാർ. നമുക്കറിയാം അജിത് കുമാറിൻ്റെ ചരിത്രം. ഈ പറയുന്ന സരിതാ നായർ എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് ഇവർ ADGP അജിത് കുമാറിൻ്റെ ബന്ധത്തെക്കുറിച്ച് ഞാൻ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. സരിതാ നായർ എഴുതിയ 21 പേജുള്ള, ജയിലിൽ വെച്ച് എഴുതിയ 21 പേജുള്ള ലെറ്ററിൽ പിന്നെ 4-5 പേജ് വേറെ എഴുതിയുണ്ടാക്കി ഗണേഷ് കുമാറിനെയും പിണറായി വിജയനും നിർദ്ദേശപ്രകാരം അത് ആരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് മുമ്പ് എഴുതിയ 21 പേജിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന ഒരു പേരാണ് നമ്മുടെ അജിത് കുമാറിൻ്റെ പേര്. അജിത് കുമാർ ഇവരെ സെക്ഷലി ഉപയോഗിക്കാൻ വേണ്ടി അവർ ക്യാമ്പ് ഹൗസിൽ പോയിരുന്നു. അതായത് അജിത് കുമാറുമായിട്ട് ഇത്തരത്തിലുള്ള ബന്ധമുണ്ട്, അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ഇവരുടെ 21 പേജുള്ള കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കഥാപാത്രം എങ്ങനെയാണ് ഉണ്ടായത് അറിയാമോ? അതായത് രശ്മി കൊലക്കേസിൽ പ്രതിയായ ബിജു രാധാകൃഷ്ണനും അതേപോലെ സരിതാ നായരും അതിന് മുമ്പ് തട്ടിപ്പ് പിന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തി. സോളാർ അല്ല, അതിനു മുമ്പ് തട്ടിപ്പ് നടത്തി. ഈ പറയുന്ന തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത്, അജിത് കുമാർ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രൂപസാദൃശ്യമുള്ള ബിജു രാധാകൃഷ്ണൻ അജിത് കുമാറാണെന്ന് പലർക്കും പൈസ തട്ടിപ്പ് നടത്തി. ഇത് അദ്ദേഹത്തെ പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഫോട്ടോ ആരെടുത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ക്രൈമാണ് അദ്ദേഹത്തിന് ഫോട്ടോ കൊടുക്കുന്നത്. അങ്ങനെയാണ് പിടികൂടുന്നത്. പക്ഷെ പിടികൂടിയപ്പോഴും എന്തായി? ഇവര് രണ്ടുപേരും കൂടിയാണ് കിട്ടിയപ്പം സരിതാ നായരെ കണ്ട് അതിൽ ലയിച്ചു പോയ നമ്മുടെ അജിത് കുമാർ ബിജു രാധാകൃഷ്ണൻ ഇവരെയും രക്ഷപ്പെടുത്തി. അങ്ങനെ ഇവർ ഇവിടുന്ന് സ്ഥലം വിട്ടു. എവിടേക്ക്? തമിഴ്നാട്ടിലേക്ക് സ്ഥലം വിട്ടു. പിന്നെ ആ രശ്മി കൊലക്കേസ് അടക്കമൊക്കെ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ്. അപ്പം അന്ന് മുതൽ ഇത്തരത്തിലുള്ള ശ്രീലമ്പടനും കൂടി ആയ അജിത് കുമാറിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക വയ്യ. കാരണം അത്രയും വൃത്തികെട്ടവനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാള് പിണറായി വിജയന് ഏറ്റവും പറ്റിയ ആളായിരുന്നു. നമുക്കറിയാം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറഞ്ഞാൽ സ്വന്തം MLA-യുടെ മകളെ പീഡിപ്പിച്ച ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരാളെ ആണ് പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചിരിക്കുന്നത്. അതിനെക്കാട്ടും മേമ്പടി പറ്റുന്ന ആളാണ് ഈ അജിത് കുമാർ. അപ്പൊ അജിത് കുമാറിനെ തുറന്ന് വിട്ടിരിക്കുന്നത് എന്ത് വൃത്തികേട് കാണിക്കാനും പിണറായി വിജയനെതിരെ എന്തെങ്കിലും വരുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ ഏതറ്റം വരെ പോയി എന്ത് വൃത്തികേട് കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉള്ള ഉത്തരവാദിത്തം. അദ്ദേഹം പാലക്കാട് HRDS ഓഫീസിൽ പോയിട്ടാണ് സ്വപ്ന സുരേഷിനെ കസ്റ്റഡി എടുക്കാനൊക്കെ പോയതും അവിടെ അജിത് കുമാറിന്റെ അവിടെ അജയ് കൃഷ്ണന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അവരുടെ അടുത്തുള്ള തെളിവുകളൊക്കെ കൊടുത്താൽ എത്ര വേണം പൈസ കൊടുക്കാന്ന് പറയുന്ന മധ്യസ്ഥനെ തന്നെ അജിത് കുമാർ പറഞ്ഞയക്കുകയുണ്ടായി. ഇതേപോലെ തന്നെയാണ് ഇപ്പം ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം ആലപ്പുഴ സംഭവത്തിൽ അജിത് കുമാറാണ് ആലപ്പുഴ SP കൊടുത്തയച്ച റിപ്പോർട്ട്. അതായത് പോലീസ് ഈ പറയുന്ന ഗൺമാൻമാർ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്ന റിപ്പോർട്ട് എന്ത് ചെയ്തു? നേരെ പിന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന ADGP അജിത് കുമാറിന്റെ അടുത്ത് എത്തിക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? അത് തിരുത്താനും അത് പൂഴ്ത്തിവെക്കാനും ഉള്ള ഏർപ്പാട് ചെയ്തു. ഒരു പോലീസ് ഓഫീസർ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ്. പിണറായി വിജയന് വേണ്ടി അത്രത്തോളം വിടുപണി ചെയ്യാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം ഏതറ്റം വരെയും വിടുപണി ചെയ്യും. കാരണം നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് തൃശ്ശൂരിൽ ലോക്സഭയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കളിക്കുള്ള ഒരാളും എന്നിട്ട് സുരേഷ് ഗോപിക്ക് അവസരം ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തെ ധീര പോരാളിയായി ഉണ്ടാക്കിയ ഒരാളാണ്. BJP നേതാവിനെ ദത്താത്രേയ ഹോസ്പിറ്റലിലെ പോയി കണ്ടത്. BJP ഇദ്ദേഹം ഒരു RSS പ്രവർത്തകനായിരുന്നു മുമ്പ്. അദ്ദേഹം ആ RSS നേതാക്കന്മാരെ കണ്ട് അവസാനം ഒരു ഓപ്പറേഷൻ സക്സസ് ആക്കി കൊടുത്ത് അങ്ങനെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്ന നിർണായക പങ്ക് വഹിച്ച പിണറായി വിജയന് വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സംഭവത്തിൽ ADGP അജിത് കുമാർ കാണിച്ചിട്ടുള്ള ഏറ്റവും ഹീനമായ ശ്രമം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട രണ്ട് പാവപ്പെട്ട KSU പ്രവർത്തകരെ തല അടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച കേസിൽ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും തിരുത്തുകയും ചെയ്ത കാര്യത്തിൽ അദ്ദേഹം വ്യാജരേഖ നിർമ്മിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും ഒക്കെ പ്രതിയാകും, ഉറപ്പാണ്. അത് കൃത്യമായി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഇതിന് പ്രേരക ശക്തിയായ പിണറായി വിജയനും ഈ കാര്യത്തിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ADGP അജിത് കുമാർ കേരള പോലീസിന് നാണക്കേടാണ്. അദ്ദേഹത്തെ എത്രയും വേഗം സസ്പെൻഡ് ചെയ്ത് പുറത്താക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പോലീസ് സേന തന്നെ വളരെ നാശത്തിന്റെ വഴിയിലേക്ക് പോകും.
അല്ല, എന്തായാലും ഇപ്പോൾ ഒരു നിർണായകമായൊരു നീക്കം ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതായത് ഈ മുൻ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ തല തല്ലി ചതച്ച ഗൺമാനടക്കമുള്ള 5 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വകുപ്പ് തല നടപടി എടുത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിനൊടുവിൽ ADGPക്കും അത്തരത്തിലൊരു പര്യവസാനം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ അത് കാലത്തിന്റെ ഒരു തിരിച്ചടിയാണ്, കാവ്യനീതി തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പോലീസ് ഓഫീസർമാരുടെ അവസാന ജീവിതം തന്നെ ദുരന്തപൂർണ്ണമായിരിക്കും. ജയറാം പടിക്കലിനൊക്കെ നമുക്കറിയാലോ, അവസാനം വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രാജൻ കേസിലെ പ്രതി ലക്ഷ്മണനെ അറിയാലോ. ലക്ഷ്മണ അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ ഞെട്ടിക്കുന്നതാണ്. നമ്മൾ അതുപോലെ തന്നെ കാലത്തിന്റെ കാവ്യനീതി ഇവരുടെ കാര്യത്തിൽ നടക്കും. ഒരു കാലഘട്ടത്ത് അഹങ്കരിച്ച് നടന്നിരുന്ന ഇവരൊക്കെ തന്നെ പിന്നീട് ദുഃഖിക്കുന്ന കാര്യം നമുക്ക് കാണാം. നമുക്കറിയാം, സരിതാ നായർ ഇപ്പോൾ ജീവൻ വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നടക്കുകയാണ്. എത്രമാത്രമാണ് അവര് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തിയത്. ആ പാപഭാരൊക്കെ എവിടെ കൊണ്ട് തീർക്കും? അവർ അവസാന കുറച്ച് നാളുകൾക്ക് മുമ്പ് സാറിനൊരു അഭിമുഖം തരികയുണ്ടായിരുന്നില്ല, അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ പോലീസ് ഓഫീസർമാരൊക്കെ പാഠം പഠിക്കും, അതിൽ യാതൊരു സംശയവുമില്ല.